കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എം.കോം 4 സെമസ്റ്റർ SD സ്റ്റുഡൻസ് അവസാനമായി ഇനി അറ്റൻഡ് ചെയ്യാനുള്ളത് വൈവയാണ്. നമുക്കറിയാം റെഗുലർ സ്റ്റുഡൻസിന് പ്രൊജക്ട് വിത്ത് വൈവ ആണെങ്കിൽ SD സ്റ്റുഡൻസിന് അഡീഷണൽ ആയിട്ടുള്ള ഒരു പേപ്പർ ബിസിനസ് ട്രെൻഡ്സ് ഇൻ ഇന്ത്യൻ ഇക്കോണമി പ്ലസ് നിങ്ങൾക്ക് ജനറൽ വൈവയാണ് അറ്റൻഡ് ചെയ്യാനുള്ളത്. പ്രൊജക്ട് വൈവ ആണെങ്കിൽ പ്രൊജക്റ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് നമുക്ക് മെജോറിറ്റി പ്രതീക്ഷിക്കേണ്ടത്. ദെൻ അഡീഷണൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ വളരെ കുറവാവാനാണ് സാധാരണ സാധ്യത. ബട്ട് ഇതൊരു ജനറൽ വൈവ ആയതുകൊണ്ട് തന്നെ എന്തൊക്കെ ചോദ്യങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ഞങ്ങളെ തോൽപ്പിക്കുമോ? ഹൈ മാർക്സിലോട്ട് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? വൈവയുടെ ഡേറ്റ് വന്നതിന് ശേഷം ഒരുപാട് കുട്ടികളുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങളും ആശങ്കകളുമാണിത്. സോ ഇതിനുള്ള മറുപടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ ദിസ് ഇസ് കിരൺ CS. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KCS ക്ലാസ്സസ്. സോ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് എക്സാമിൻ്റെ കേസിലോട്ടൊക്കെ പോകുന്ന സമയത്ത് അവിടെ റിസ്ക് ലെവൽ വളരെ കുറവാണ്. നമ്മൾ ഓൾറെഡി നല്ല രീതിയിൽ പഠിച്ചു പോകുന്നു, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നു, നമുക്ക് ടൈം എടുത്ത് അവിടെ ആ ഒരു ടൈമിൽ നമുക്ക് എഴുതി അവസാനിപ്പിച്ചാൽ മതി. സോ റിസ്ക് എലമെൻറ്റ് കമ്പാരിറ്റീവ്ലി കുറവാണ്. ചിലത് മറന്നു പോകാൻ സാധ്യതയുണ്ടെങ്കിലും നമുക്ക് ഒന്ന് വീണ്ടും റീകളക്ട് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ബട്ട് വൈവ എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് റിസ്ക് എലമെൻറ്റ്, ലക്കിൻ്റെ എലമെൻറ്റ് ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് വരുന്ന ഒന്നാണ്. നിങ്ങളുടെ പ്രിപ്പറേഷൻസ് മാത്രം പോരാ, ആ ഒരു സമയത്ത് നമുക്കറിയാം ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ഉണ്ടാകുന്ന ഒന്നാണ് ഈ പറയുന്ന വൈവ. ആ ഒരു സമയത്തുള്ള നിങ്ങളുടെ പെർഫോമൻസിൻ്റെ ബേസിലാണ് നിങ്ങളുടെ മാർക്സ് വരുന്നത്. അപ്പോൾ ആ ഒരു 10 to 15 മിനിറ്റ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് ഒരുങ്ങേണ്ടതായിട്ട് വരും. സോ ആ ഒരു പ്രിപ്പറേഷൻസിൻ്റെ ബേസിലായിരിക്കും നിങ്ങളുടെ മാർക്സ് ഒക്കെ വരാം. ആ പ്രിപ്പറേഷൻസ് മാത്രമല്ല, ഞാൻ പറഞ്ഞു എലമെൻറ്റ് അതുപോലെ തന്നെ റിസ്ക് എലമെൻറ്റ് ഇതൊക്കെ അതിൻ്റെ കൂടെ വരും. അപ്പോൾ ആ റിസ്കിനെ നമുക്ക് എത്രത്തോളം പിടിച്ചു കെട്ടാൻ സാധിക്കും, ആ റിസ്ക് ഏറ്റവും കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇതാണ് നമുക്ക് 1 by 1 ആയിട്ട് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാനുള്ളത്. നമ്മളെപ്പോഴും മുൻകൂട്ടി പ്രിപ്പയർ ചെയ്ത് പോവുകയാണെങ്കിൽ, പ്ലാൻ ചെയ്ത് പോവുകയാണെങ്കിൽ അത്രത്തോളം റിസ്ക് എലമെൻറ്റ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ദെൻ ബാക്കിയൊക്കെ നിങ്ങളുടെ ലക്കും പ്ലസ് പ്രിപ്പറേഷൻസും അതിൻ്റെ ബേസിൽ നിങ്ങൾക്ക് ഹൈ സ്കോറിലോട്ട് എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ SD സ്റ്റുഡൻസ് ആണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അലോട്ട് ചെയ്തിട്ടുള്ള ഒരു എക്സാം സെൻറ്റർ ഉണ്ട്. ആ സെൻറ്ററിൽ നിങ്ങൾ ഓൾറെഡി ഡേറ്റ് വന്നപ്പോൾ നിങ്ങൾക്ക് അറിയാം ഏതാണ് സെൻറ്റർ എന്ന്. ആ സെൻറ്ററിലാണ് നിങ്ങളുടെ വൈവയ്ക്ക് വേണ്ടിയിട്ട് എത്തിച്ചേരേണ്ടത്. അപ്പോൾ അതിലാദ്യം അറിയേണ്ടത് 2 ടീച്ചേഴ്സ് അടങ്ങുന്ന ഒരു പാനലിൻ്റെ മുമ്പിലാണ് നിങ്ങളുടെ വൈവ പ്രസൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് നമ്പർ 1. ദെൻ നമ്പർ 2 എന്ന് പറയുന്നത്, ഇവിടെ നിങ്ങളുടെ അറിവിനേക്കാൾ ഉപരി നിങ്ങൾ പഠിച്ചു വെച്ച കാര്യങ്ങളൊക്കെയാണ് ചോദിക്കാൻ പോകുന്നത്. ബട്ട് അതിനേക്കാൾ ഉപരി 3 കാര്യങ്ങളുടെ ബേസിലായിരിക്കും നിങ്ങളുടെ എൻറ്റയർ വൈവയുടെ റിസൾട്ട് അല്ലെങ്കിൽ മാർക്സ് വരാം. നമ്പർ 1 നിങ്ങളുടെ പേഴ്സണാലിറ്റി, നമ്പർ 2 എന്ന് പറയുന്നത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, ആൻഡ് ഫൈനലി കോൺഫിഡൻസ് ലെവൽ. ഈ 3 കാര്യങ്ങളുടെ ബേസിലായിരിക്കും എൻറ്റയർ വൈവയുടെ മാർക്സ് വരാം. അപ്പോൾ ഇത് 3ഉം എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ മനസ്സിൽ വേണ്ടത്. ഇത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പങ്ക്ച്വാലിറ്റി. ഇപ്പോൾ ഓൾറെഡി നിങ്ങളുടെ ടൈം പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ 10 മണിക്കാണ് നിങ്ങൾ ഇപ്പോൾ എക്സാം സെൻറ്ററിൽ എത്തിച്ചേരേണ്ടത് എന്ന് പറയുമ്പോൾ നിങ്ങൾ 10 മണിക്ക് മുമ്പ് ഒരു 5 മിനിറ്റ് മുമ്പ് എത്തിയിട്ട് കാര്യമില്ല. ഞാൻ എപ്പോഴും പറയുന്നതാണ്, വൈവയുടെ ഡേറ്റ് ഒക്കെ ആണെങ്കിൽ നിങ്ങളൊരു അരമണിക്കൂർ മുമ്പെങ്കിലും അവിടെ എത്തിച്ചേരാൻ ട്രൈ ചെയ്യുക. എത്രത്തോളം റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് വൈവയ്ക്ക് പോകാൻ സാധിക്കുമെങ്കിൽ അത്രത്തോളം കൺവീനിയൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ 10-15 മിനിറ്റ് കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് റിലാക്സ്ഡ് ആയിട്ട് ഇറങ്ങി പോരാൻ പറ്റും. നേരെ മറിച്ച് വൈവയുടെ തൊട്ട് 2 മിനിറ്റ് മുമ്പോ 3 മിനിറ്റ് മുമ്പോ അവിടെ എത്തുമ്പോൾ നമുക്ക് ആകെ ടെൻഷൻ ആയിരിക്കും. നമ്മൾ ഇതിനേക്കാൾ മുമ്പ് പ്രിപ്പയർ ചെയ്ത് വെച്ച കാര്യങ്ങളൊക്കെ ആ ഒരു 10-15 മിനിറ്റ്സിൽ മറന്നു പോയിട്ടുണ്ടായിരിക്കും. യൂഷ്വലി കുട്ടികൾ പറയുന്നൊരു കാര്യമാണ് ആകെ ബ്ലാങ്കായി. അങ്ങനെ വരാതിരിക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് പങ്ക്ച്വൽ ആവുക എന്നുള്ളതാണ്. അപ്പോൾ പ്രിപ്പറേഷൻസ് മാത്രം പോരാ, അതിന് സപ്പോർട്ടീവായിട്ട് നിങ്ങൾ പങ്ക്ച്വൽ ആവണം. ബിക്കോസ്
ഇത് എക്സാമിൻ്റെ കേസിലോട്ട് പോകുമ്പോൾ പല കുട്ടികളും 2 മണിയുടെ എക്സാമൊക്കെ ആണെങ്കിൽ അവിടെ എന്താണ് 2 മണി കഴിഞ്ഞിട്ടടക്കം വരാറുണ്ട്. അരമണിക്കൂർ വരെ പലപ്പോഴും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ലേറ്റ് ആവാം, കുട്ടികളെ അഡ്മിറ്റ് ചെയ്യും ടീച്ചേഴ്സ്. ബട്ട് നമ്മളൊരു 10 മിനിറ്റ് ലേറ്റ് ആയാലും 3 മണിക്കൂറിൻ്റെ എക്സാമിൻ്റെ കേസിലോട്ട് പോകുമ്പോൾ നമുക്ക് ഒന്ന് സെറ്റ് ചെയ്തിട്ട് പിന്നെങ്കിലൊക്കെ എഴുതിയിട്ട് പാസ്സാക്കാൻ പറ്റും. ഇതാകെ ഒരു 10 മിനിറ്റ് പരിപാടിയാണ്. അപ്പോൾ ആ ഒരു 10 മിനിറ്റിൽ ആണ് നമ്മുടെ എൻറ്റയർ മാർക്സ് ഇരിക്കുന്നത്. അപ്പോൾ അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് പങ്ക്ച്വാലിറ്റിയാണ്. അപ്പോൾ ഒരു കാരണവശാലും ലേറ്റ് ആവാതിരിക്കാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾ ഇതുവരെ പ്രിപ്പയർ ചെയ്ത കാര്യങ്ങൾ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. നമ്പർ 1 അതാണ്. നെക്സ്റ്റ് നമുക്കറിയാം, ഈ വൈവ നടക്കുന്ന ദിവസം ഓരോ ബാച്ച് ആയിട്ടാണ് ഇത് കണ്ടക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവുക 10 മണിക്ക് ഈ എക്സാം സെൻറ്ററിൽ എത്തണം. ഒരുപാട് കുട്ടികളുടെ പേര് അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾ എത്ര മണിക്കായിരിക്കും നിങ്ങളുടെ വൈവ എന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചിലപ്പോൾ പറയാൻ പറ്റില്ല. കാരണം ചില കുട്ടികൾക്ക് 10 മിനിറ്റ് കൊണ്ട് ടീച്ചേഴ്സ് അവസാനിപ്പിക്കും, ചില കുട്ടികൾക്ക് 15 മിനിറ്റ് എടുക്കും, ചിലപ്പോൾ 5 മിനിറ്റ് എടുക്കുള്ളൂ. ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴായിരിക്കും എന്നുള്ളത് 100% നമുക്ക് പറയാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആദ്യത്തെ നമ്പറുള്ള കുട്ടി വിളിച്ചു, അവരുടെ കഴിഞ്ഞു. രണ്ടാമതായി നിങ്ങൾ ചിലപ്പോൾ ലഞ്ച് ബ്രേക്കിൻ്റെ തൊട്ട് മുമ്പുള്ള ആ ഒരു ടൈമിലായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ നമ്പർ വരാം. ആ ഒരു സമയമായിപ്പോഴേക്കും ലഞ്ച് ബ്രേക്കായി, ടീച്ചേഴ്സ് എന്ത് ചെയ്തു, ഫുഡ് കഴിക്കാൻ പോയി. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ പലരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഓരോരുത്തർ കഴിഞ്ഞ് പോകുന്നുണ്ട്. നമ്മളുടെ ആ ഒരു എന്താണ് പറയുക, പ്രിപ്പയർ ചെയ്ത കാര്യങ്ങളും നമുക്കൊരു മടുപ്പ് വരാമെന്ന് പറയില്ലേ, ആ ഒരു ലെവലിലോട്ടായിരിക്കും പിന്നെ കുട്ടികളെത്താം. അങ്ങനെ ഒരു മടുപ്പ് വരാൻ പാടില്ല. ആ മടുപ്പ് വെച്ചിട്ട് നിങ്ങളെ വൈവയ്ക്ക് കയറുകയാണെങ്കിൽ, നിങ്ങളുടെ ഉള്ള പേഷ്യൻസ് ഒക്കെ നിങ്ങൾ കളഞ്ഞു കുളിച്ച് വൈവയ്ക്ക് കയറുകയാണെങ്കിൽ ചോദിക്കുന്നതിനൊന്നും പ്രോപ്പറായിട്ട് ആൻസർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പല ടൈമിലുണ്ട്, മോർണിംഗ് ടൈം ഉണ്ട്, ആഫ്റ്റർനൂൺ ഉണ്ട്, ചിലപ്പോൾ ലാസ്റ്റ് കഴിയാറാവുന്ന സമയത്തായിരിക്കും. ആ ഒരു സമയത്തൊക്കെ ടീച്ചേഴ്സ് ചിലപ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ അവസാനിപ്പിക്കുന്നുണ്ടായിരിക്കും. ഏത് സമയത്ത് നിങ്ങൾ കയറുകയാണെങ്കിലും പേഷ്യൻസ് എന്ന് പറയുന്നത് കൈവിടാതിരിക്കുക. കാരണം നിങ്ങൾക്ക് 10 മിനിറ്റ് 15 മിനിറ്റ് കൊണ്ട് കിട്ടാൻ പോകുന്നത് നല്ല മാർക്കായിരിക്കും. ഓക്കെ, സോ അതാണ് മറ്റൊരു പോയിന്റ് ശ്രദ്ധിക്കേണ്ടത്. ഈ വൈവ കൊളാകാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മറ്റുള്ള കുട്ടികളുടെ ഫീഡ്ബാക്ക് ചോദിച്ച് അതിൻ്റെ ബേസിൽ വൈവയ്ക്ക് കയറാം. ഓരോ കുട്ടിയുടെയും പെർഫോമൻസ് ലെവല്, ഓരോ കുട്ടിയുടെ അടുത്ത് ചോദിക്കുന്ന കാര്യങ്ങൾ ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും, നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഒരു കുട്ടി ഈ പറഞ്ഞ പോലെ പ്രിപ്പയർ ചെയ്ത് വന്നു, ആ സമയത്ത് ചോദ്യങ്ങൾ ചോദിച്ചു, പ്രോപ്പറായിട്ട് ആൻസർ ചെയ്യാൻ പറ്റിയില്ല. സോ ആ കുട്ടി പുറത്തേക്ക് ഇറങ്ങി, നിങ്ങൾ ചോദിക്കുകയാണ് എങ്ങനെയുണ്ടായിരുന്നു വൈവ, അപ്പോൾ പറയാം ആകെ കൊളായിന്നേ. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടിരിക്കുന്ന ഒരു കുട്ടിയായിരിക്കും. ഇത് കേൾക്കുമ്പോൾ വിചാരിക്കും എന്താ ഈശ്വര, വൈവയുടെ പാനൽ മെമ്പേഴ്സ് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ്, ആകെ കൊളാവും, നിങ്ങൾക്കുള്ള ടെൻഷൻ കൂടും. ഇനി നേരെ ഓപ്പോസിറ്റ് ആവാം. ഹൈ പെർഫോമൻസ് ചെയ്ത് വന്നൊരു കുട്ടി, ആ കുട്ടിക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഫുഡിൻ്റെ തൊട്ട് മുമ്പൊക്കെയാണ് വൈവയ്ക്ക് കയറിയിട്ടുള്ളതെങ്കിൽ ചിലപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ചിലപ്പോൾ വല്ല ചോദ്യങ്ങളൊക്കെ ചോദിച്ച് വേഗം ഇറക്കി വിട്ടു. അപ്പോൾ അതിന് ശേഷം നിങ്ങൾ ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു വൈവ, അപ്പോൾ പറയാണ് വളരെ ഈസി, ഞാൻ വിചാരിച്ച ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല, ഞാൻ വിചാരിച്ചു നല്ല ടഫാവുന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നേരെ ഓപ്പോസിറ്റ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും. നമ്മൾ കയറുമ്പോഴായിരിക്കും ഇവർ ഫുഡൊക്കെ കഴിച്ച് നല്ല എനർജിയിലൊക്കെ ആയിട്ട് നമ്മുടെ അടുത്ത് ചിലപ്പോൾ സൂപ്പർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. മറ്റുള്ള ആൾക്കാരുടെ ഒപ്പീനിയൻ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുന്ന പ്രശ്നം എന്താ, നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചതും നമ്മുടെ കാര്യങ്ങളൊക്കെ ആകെ കുളവും. സോ ഡോണ്ട് ആസ്ക് അതേഴ്സ് ഒപ്പീനിയൻ. ഇനിയിപ്പോൾ ചോദിക്കാം, പക്ഷെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തലയിൽ വെച്ച് അതിൻ്റെ ബേസിൽ വൈവയ്ക്ക് പോകാൻ പാടില്ല. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട മറ്റൊരു കാര്യം. ഇനി വൈവ അറ്റൻഡ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികളുടെ ഭാഗത്ത് വരുന്നൊരു പ്രോബ്ലമാണ് എങ്ങനെയെങ്കിലും പഠിച്ചു വന്ന കുറച്ച് കാര്യങ്ങൾ അത് ഇവരുടെ മുമ്പിൽ പെട്ടെന്ന് തന്നെ പ്രസൻറ്റ് ചെയ്ത് അവിടെ നിന്ന് പോകുക. എങ്ങനെയെങ്കിലും കാര്യങ്ങളൊക്കെ ഒന്ന് പ്രസൻറ്റ് ചെയ്ത് അവിടെ നിന്ന് പോകുക. ഇതാണ് എല്ലാവരുടെയും മനസ്സിലുണ്ടാകുന്ന ഒരു കാര്യം. ചിലർ പാട്ട് പാടാൻ കയറിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയും പാടി അവസാനിപ്പിച്ചങ്ങോട്ട് പോരാ എന്ന് പറയില്ലേ. ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാർ അത് താല്പര്യപ്പെടുന്നുണ്ടോ എന്ന് പോലും ചിന്തിക്കാറില്ല. എന്ന് പറയണ പോലെ ഈ വൈവയ്ക്ക് നിങ്ങൾ കയറുമ്പോൾ ടീച്ചേഴ്സ് കുട്ടികളെ സപ്പോർട്ട് ചെയ്തിട്ട് എത്രത്തോളം കംഫർട്ടബിൾ ആക്കാൻ നോക്കുന്നു, അതിനെ റിലേറ്റ് ചെയ്തുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും അവർ ചോദിക്കുക. ഇപ്പോൾ നിങ്ങളുടെ പേര് പറയുന്നു, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പലപ്പോഴും ഇൻഫോർമൽ ആയിട്ടുള്ള പല ചോദ്യങ്ങളും നിങ്ങളുടെ അടുത്ത് ചോദിക്കാം.
അപ്പോൾ ഇൻഫോർമൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ എന്തിനാണ് ചോദിക്കുന്നത്? നിങ്ങളെ കംഫർട്ടബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ്. ബട്ട് അങ്ങനത്തെ ചോദ്യങ്ങൾക്കൊന്നും നിങ്ങൾ പ്രോപ്പറായിട്ട് മറുപടി കൊടുക്കാതെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഒന്ന് കേൾക്കാതെ നിങ്ങൾ പഠിച്ചു വെച്ച കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ പറയില്ലേ ഒരു ധൃതി, ആ ധൃതിയിൽ അവരെ ശ്രദ്ധിക്കാതെ നിങ്ങൾ പോകരുത്. സോ ബി എ ഗുഡ് ലിസണർ. അവരെന്താണോ ചോദിക്കുന്നത്, വളരെ സിമ്പിളായിട്ടുള്ള ഇൻഫോർമൽ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടാവും, അതിന് ആ രീതിയിൽ തന്നെ ചിരിച്ചുകൊണ്ട് നിങ്ങൾ മറുപടി കൊടുക്കാൻ ശ്രദ്ധിക്കണം. അതല്ലാണ്ട് ഒരു വെപ്രാളം എന്ന് പറയുന്നത് അവിടെ ഉണ്ടാക്കാൻ പാടില്ല. കൂളായിരിക്കണം. അവർ പറയുന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് നിങ്ങൾ കേൾക്കണം. എന്നിട്ട് ഇൻഫോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കുക, ഫോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കാണെങ്കിൽ അങ്ങനെയും മറുപടി കൊടുക്കുക. എത്രത്തോളം വൈവ ഇൻഫോർമൽ ആവുന്നു അത്രത്തോളം നിങ്ങൾക്ക് നല്ലതാണ്, മാർക്സും നല്ല രീതിയിൽ കിട്ടും. ഓക്കെ, അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. ദെൻ നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് അപ്പിയറൻസ്. എങ്ങനെ നിങ്ങൾ വൈവയുടെ ദിവസം ഡ്രസ്സ് ചെയ്ത് പോകണം, എപ്പോഴും കുട്ടികൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം ഇതൊരു ഫോർമൽ പരിപാടിയാണ് എന്താണെങ്കിലും, ലൈക്ക് ആൻ ഇൻ്റർവ്യൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോർമലായിട്ട് തന്നെ ഡ്രസ്സ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. എപ്പോഴും നമ്മുടെ അപ്പിയറൻസ്, കുട്ടികളുടെ കേസിലോട്ടൊക്കെ പോകുന്ന സമയത്ത് ഇൻസൈഡൊക്കെ ചെയ്ത് ഷൂ ഒക്കെ ഇട്ട് വളരെ സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ വരുമ്പോൾ തന്നെ അപ്പിയറൻസിലൂടെ തന്നെ ആ കുട്ടിയുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഒരു പരിധി വരെ ടീച്ചേഴ്സിനെ മനസ്സിലാക്കാൻ സാധിക്കും. ഈവൻ വൈവിക്ക് പ്രിപ്പയർ ചെയ്തിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ. എന്ന് വെച്ചാൽ ജസ്റ്റേഴ്സിനും പോസ്റ്റേഴ്സിനും നമ്മുടെ അപ്പിയറൻസിനും വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്ന് വെച്ചിട്ട് ഡ്രസ്സ് നന്നായിട്ട് ചെയ്തു വന്നു എന്നതുകൊണ്ട് നമുക്ക് മാർക്സ് കൂടുതൽ കിട്ടണമെന്നില്ല. ബട്ട് അതിന് നിങ്ങളുടെ ഡ്രസ്സിങ് എന്താണെങ്കിൽ അത് പലതും കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ഒരു ഫോർമൽ ഡ്രസ് കോഡ് ഫോളോ ചെയ്യാൻ എല്ലാവരും ട്രൈ ചെയ്യാം. ഇതാണ് പറയാനുള്ള മറ്റൊരു കാര്യം. ഇനി നെക്സ്റ്റ് ഏറ്റവും കൂടുതൽ കുട്ടികളുടെ അടുത്ത് പറഞ്ഞാലും ഫോളോ ചെയ്യാത്തൊരു കാര്യമാണ് കീപ് എ സ്മൈലി ഫേസ്. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് വൈവ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എത്ര പറഞ്ഞാലും പല കുട്ടികളും മുഖമൊക്കെ വിരളി പിടിച്ചെന്നൊക്കെ പറയില്ലേ, ആ രീതിയിലായിരിക്കും ഈ 10 മിനിറ്റ് 15 മിനിറ്റ് ഇരിക്കുക. ഈ ഒരു ഫേസ് കാണുമ്പോൾ തന്നെ എന്താണ് ഇപ്പോൾ കുട്ടികളുടെ അടുത്ത് ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ചോദിക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു മൈൻഡ് സെറ്റ്, നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങളാണ് ഫേസിലൂടെ കാണാൻ പറ്റുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ പഠിച്ചു വെച്ച കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് കുട്ടികൾ എപ്പോഴും ബ്ലാങ്ക് ആവുക. ഒന്ന് ചിരിച്ചിരിക്കാൻ, എന്നിട്ടുണ്ടെങ്കിൽ വെറുതെ ആവശ്യമില്ലാണ്ട് ചിരിക്കാനല്ല പറയണത്, ഒരു സ്മൈലി ഫേസ്, ഒരു പ്ലസൻ്റ് ആയിട്ടിരിക്കാൻ നിങ്ങൾ നിർബന്ധമായും ട്രൈ ചെയ്തിരിക്കണം. ഓക്കെ, അത് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ ഒരു ഭാഗമാണ് ഈ സ്മൈലി ഫേസ് എന്ന് പറയുന്നത്. അതാണ് മറ്റൊരു പോയിന്റ്. ഈ സ്മൈലി ഫേസിന്റെ കൂടെ തന്നെ നിങ്ങൾ ഉടനീളം കീപ്പ് ചെയ്യേണ്ട ഒന്നാണ് ഐ കോണ്ടാക്ട്. മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഐ കോണ്ടാക്ട്. നമ്മൾ ആ വൈവ ഹോളിലോട്ട് എൻറ്റർ ചെയ്ത് അവസാനിക്കുന്ന വരെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒന്നാണ് ഐ കോണ്ടാക്ട്. നിങ്ങളുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് താഴേക്കോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നുമല്ല നിങ്ങൾ ശ്രദ്ധ നിങ്ങളുടെ പോകണ്ടേ, ഈ 2 ടീച്ചേഴ്സിൻ്റെ ഫേസിലോട്ട് മാത്രം നോക്കി ആൻസർ ചെയ്യുക. ചിലപ്പോൾ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ സംസാരങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ ആ സമയത്ത് നമ്മൾ വല്ലോടത്തും നോക്കിയിരിക്കരുത്, നമ്മൾ അവരുടെ ഫേസിലോട്ട് മാത്രം ശ്രദ്ധ നിങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കണ്ണിൽ നോക്കി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അത് കോൺഫിഡൻസിൻ്റെ ഭാഗമാണ്. എപ്പോഴും നിങ്ങൾ ഐ കോണ്ടാക്ട് ഉടനീളം മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട മറ്റൊരു പോയിന്റ്. ദെൻ നെക്സ്റ്റ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും നിങ്ങൾ പെർമിഷൻ ചോദിച്ചതിന് ശേഷം മാത്രം ചെയ്യുക. നമ്മളെപ്പോഴും പറയുന്നതാണ് വൈവിക്ക് എൻറ്റർ ചെയ്യുമ്പോൾ മേ ഐ എന്ന് ചോദിച്ച് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ചോദിച്ച് നിങ്ങൾ അങ്ങനെ ചോദിച്ച് മാത്രം എൻറ്റർ ചെയ്യുക. ഇരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും മേ ഐ സിറ്റ് എന്ന് ചോദിച്ച് മാത്രം ഇരിക്കുക. എന്ത് കാര്യങ്ങളും ഇപ്പോൾ കേട്ടിട്ടില്ല, അവരെന്തെങ്കിലും പറഞ്ഞു നമ്മൾ കേട്ടില്ല എന്നൊക്കെയാണ്. അപ്പോൾ എന്ത് കാര്യങ്ങളും ചോദിച്ചതിന് ശേഷം മാത്രം ചെയ്യുക. അപ്പോൾ ആ ഒരു മാനേഴ്സ് നിർബന്ധമായും നിങ്ങൾ കീപ്പ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്, ഇതൊരു എക്സാം തന്നെയാണ്, അതൊരു വാചാ പരീക്ഷയാണെന്ന് മാത്രം. എക്സാമിന് പോകുമ്പോൾ നമ്മൾ പെന്ന് പെൻസില് കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോകണം എന്ന് പറയണ പോലെ തന്നെ ഇവിടെയും ബേസിക് ആയിട്ട് നിങ്ങളെ കൊണ്ടുപോകേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്.
സോ ഡോണ്ട് ഫോർഗെറ്റ് യുവർ നെസസറി തിങ്സ്. കാര്യമായിട്ടൊന്നുമില്ലേ, പ്രൊജക്റ്റ് ആണെങ്കിൽ പ്രൊജക്ട് വൈവി ആണെങ്കിൽ അത് വേണം. ഇവിടെ ഹോൾ ടിക്കറ്റ് എന്ന് പറയുന്നത് അല്ലേ ബേസിക് ആയിട്ട് വേണ്ടതാണ്. ദെൻ പെന്ന് എന്ന് പറഞ്ഞാൽ ആൺകുട്ടികളുടെ കേസിലാണ് പെന്ന് പോലും കയ്യിലുണ്ടാവില്ല. ഈ പെന്നില്ലാണ്ട് അതിൻ്റെ ഉള്ളിൽ കയറും. അവിടെ എത്തുമ്പോൾ സൈൻ ചെയ്യണം. ഏറ്റവും ബേസിക് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. അതിന് ടീച്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് പെന്ന് മേടിച്ച് സൈൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഫസ്റ്റ് ഇംപ്രഷനാണ് അവിടെ തന്നെ പോയി. സോ ക്രിയേറ്റ് എ ഗുഡ് ഇംപ്രഷൻ. തുടക്കത്തിൽ തന്നെ നല്ലൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ അശ്രദ്ധകൾ കൊണ്ട് നിങ്ങളുടെ ഇംപ്രഷൻ അവിടെ പോകും. അപ്പോൾ നിങ്ങൾ നിർബന്ധമായും കൊണ്ടുപോകേണ്ട നെസസറി ആയിട്ടുള്ള കാര്യങ്ങൾ കയ്യിൽ പിടിച്ചിരിക്കണം. ഓക്കെ, സോ ഇതുവരെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒരു വൈവയ്ക്ക് പോകുമ്പോൾ നമ്മുടെ അടുത്ത് ചോദിക്കുന്ന സബ്ജക്റ്റ് ജനറൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ അതിനേക്കാൾ ഉപരി നിങ്ങളുടെ 3 കാര്യങ്ങളുടെ ബേസിലാണ് ടോട്ടൽ മാർക്സ് നിർണ്ണയിക്കുക. അതെന്തൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞേ? നമ്പർ 1 നിങ്ങളുടെ പേഴ്സണാലിറ്റി, നമ്പർ 2 നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, നമ്പർ 3 നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ. ഈ 3 കാര്യങ്ങളും നമുക്ക് കയ്യിലോട്ട് കിട്ടണമെങ്കിൽ ഞാൻ ഇതുവരെ പറഞ്ഞ പോയിന്റ്സ് ശ്രദ്ധിച്ചാൽ മാത്രമേ കയ്യിലുണ്ടാവുള്ളൂ. ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് ഒന്നും നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങൾ, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ കോൺഫിഡൻസ് ലെവല്, ഇതൊക്കെ അവിടെ ചോർന്നു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ഇനി വൈവ ആരംഭിക്കാൻ പോവുകയാണ്. സോ നമുക്ക് വൈവേനെ ഒരു 3 സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. നമ്പർ 1 നമുക്കറിയാം സെൽഫ് ഇൻട്രൊഡക്ഷൻ ആണ്. നമ്പർ 2 ക്വസ്റ്റ്യൻസ് ചോദിക്കലാണ്. നമ്പർ 3 ജനറൽ ആയിട്ടുള്ള എന്തെങ്കിലും ഇന്ററാക്ഷൻ അവിടെ ഉണ്ടാകാം. ദെൻ വൈവ കഴിഞ്ഞു. ഇങ്ങനെ 3 സ്റ്റേജസ് ആയിട്ട് നമുക്കൊരു 10 മിനിറ്റ് മുതൽ 15 മിനിറ്റ് വരെ നടക്കുന്ന ഈ ഒരു വാച പരീക്ഷയെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ അതിൽ ആദ്യത്തെയാണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ. നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ ലഭിക്കുന്ന ഒരു അവസരമാണ് ഈ ഒരു ഫസ്റ്റ് സ്റ്റേജ്. അപ്പോൾ ഇവിടെ സെൽഫ് ഇൻട്രൊഡക്ഷനിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളെ പറ്റിയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണിത്. അതല്ലാണ്ട് വീട്ടിലത്തെ ആൾക്കാരെ പറ്റിയിട്ടോ വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, അമ്മൂമ്മയുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സ്കൂളിലൊക്കെ ഈ വൈവയ്ക്കൊക്കെ പോവുകയാണെങ്കിൽ ചെയ്യുന്നൊരു തെറ്റുകളുണ്ട്. ഇതൊന്നല്ല പറയണ്ടേ. അപ്പോൾ നിങ്ങൾ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ബേസിക് ആയിട്ട് എന്തൊക്കെയാ? നമ്പർ 1 നിങ്ങൾ പേര് പറയുന്നു. ദെൻ നമ്പർ 2 എന്ന് പറയുന്നത് ഇവിടെ നിന്നാണ് വരുന്നതെന്ന് പറയുന്നു. ദെൻ അതിനുശേഷം നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്. ഇപ്പോൾ കോമേഴ്സ് നമ്മൾ എടുത്തു അല്ലെ, +2 കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ പറയുന്ന കോളേജിൽ പഠിച്ചു. ദെൻ അതിനുശേഷം MCOM പഠിച്ചു. ദെൻ ഇപ്പോൾ നിങ്ങൾക്ക് നല്ല മാർക്സ് ഒക്കെ ഡിഗ്രിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പറയാം. ദെൻ നിങ്ങൾ എന്തുകൊണ്ട് ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കണു എന്നുള്ളത് പറയാം. പല കുട്ടികളും പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്നതിൻ്റെ കൂടെ ഈ പറയുന്ന MCOM ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ പറയാം ഞാൻ പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്നുണ്ട്, എനിക്കിത് കഴിഞ്ഞാൽ MCOMൻ്റെ കൂടെ പ്രൊഫഷണൽ കോഴ്സും കൂടി കംപ്ലീറ്റ് ചെയ്ത് ഇനിയിപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവാനാണോ അതല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടൻ്റ് ആവാനാണോ എന്താണ് താല്പര്യമെങ്കിൽ അത് പറയാം. അതല്ല MCOM ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നെറ്റ് എഴുതി ഒരു ലെക്ചറർ ആവാനാണ്, അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആവാനാണ് താല്പര്യമെങ്കിൽ അത് പറയാം. എന്താണ് നിങ്ങളുടെ കരിയർ ഒബ്ജക്റ്റീവ് എന്നുള്ളത് നിങ്ങൾ നിർബന്ധമായും അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ദെൻ നിങ്ങളിപ്പോൾ ഈ ഒരു 2 വർഷം പഠിച്ചു. ഈ 2 വർഷം പഠിച്ചതിലൂടെ നിങ്ങൾക്ക് എക്വയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നിങ്ങളുടെ സ്കില്ല്, ഇപ്പോൾ നിങ്ങൾ എന്താണ് എന്തെങ്കിലും പേപ്പർ പ്രസൻറ്റേഷൻസോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ഇപ്പോൾ ചെയ്തിട്ടുണ്ടായിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾ അഡീഷണൽ ആയിട്ടുള്ള കമ്പ്യൂട്ടർ കോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ ഇതുവരെയായിട്ട് അക്വയർ ചെയ്തിട്ടുള്ള എന്തെങ്കിലും സ്കില്ലുകളുണ്ട്. അപ്പോൾ ഈ സ്കില്ലൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇനി നെക്സ്റ്റ് ഒരു ജോബിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ നെക്സ്റ്റ് ഇനി പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇനി റിസർച്ച് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അത്. അങ്ങനെ സെൽഫ് ഇൻട്രൊഡക്ഷനിൽ നിങ്ങൾ ആരാണ്, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു, നിങ്ങൾ ഇപ്പോൾ കോമേഴ്സ് എന്തുകൊണ്ട് എടുത്തു എന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, എവിടെ പഠിച്ചു, ദെൻ അതിനുശേഷം ഞാൻ MCOM ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്, നിങ്ങളുടെ കരിയർ ഒബ്ജക്റ്റീവും നിങ്ങൾ അക്വയർ ചെയ്തിട്ടുള്ള സ്കില്ലിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ സെൽഫ് ഇൻട്രൊഡക്ഷനിൽ പറയണ്ടേ. ഇത് എത്രയും നല്ല രീതിയിൽ എത്രത്തോളം ടൈം എടുത്ത് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമെങ്കിൽ അവിടെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റി എന്നുള്ളതാണ്. സെൽഫ് ഇൻട്രൊഡക്ഷൻ തന്നെ പാളിപ്പോയി കഴിഞ്ഞു. അപ്പോൾ റിസ്ക് ഇല്ലാണ്ട് നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ പറയാൻ പറ്റുന്നത് നിങ്ങളെ പറ്റിയിട്ടാണ്. അത് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തു പോവുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ചോദിക്കുന്നൊരു ചോദ്യമാണ് ഇതിൻ്റെ കൂടെ, മലയാളത്തിലാണോ ഇംഗ്ലീഷിലാണോ വൈവ അറ്റൻഡ് ചെയ്യേണ്ടത്? അപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് മാസ്റ്റർ പ്രോഗ്രാമാണിത്, നിങ്ങൾ മാസ്റ്റേഴ്സാണ്. അതുകൊണ്ട് തന്നെ നിർബന്ധമായും നിങ്ങൾ
പരമാവധി ആസ് മച്ച് ആസ് പോസിബിൾ സ്പീക്ക് ഓൺലി ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ തന്നെ ഇപ്പോൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ ആണെങ്കിലും എല്ലാതും പറയാൻ ശ്രമിക്കുക. എന്ന് വിചാരിച്ച് എല്ലാ വൈവിയും പ്യുവറായിട്ട് ഇംഗ്ലീഷിലാവണമെന്നില്ല. അപ്പോൾ നിങ്ങൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഇംഗ്ലീഷിൽ പറഞ്ഞു, ടീച്ചേഴ്സ് തിരിച്ച് മലയാളത്തിൽ നമ്മുടെ അടുത്ത് സംസാരിച്ചാൽ നമുക്ക് മലയാളത്തിൽ പറയാം. ഇനിയിപ്പോൾ നമ്മൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് അവർ ഇംഗ്ലീഷിലാണ് പറയണമെങ്കിൽ നമ്മൾക്ക് തിരിച്ച് ഇംഗ്ലീഷിൽ പറയാൻ തന്നെ ട്രൈ ചെയ്യുക. അതിൽ ഇടയിൽ ഇപ്പോൾ മലയാളം കയറി വന്നു, അവരുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു കാര്യം വന്നു, അപ്പോൾ പറയണത് ഇടയിൽ മലയാളം വന്നാലും തെറ്റായി പറയാതിരിക്കാൻ ശ്രമിക്കുക. പരമാവധി നിങ്ങളുടെ എഫേർട്ട് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു മാസ്റ്റർ പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ ലാംഗ്വേജ് ഇംഗ്ലീഷ് കീപ്പ് ചെയ്യുക. ഇനിയിപ്പോൾ ഇടയിൽ മലയാളം വന്നു എന്ന് വിചാരിച്ചിട്ട് ആരും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ പറയാനുള്ള മാറ്റർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മുടെ ഈ ഒരു വാചാ പരീക്ഷയുടെ എയിം. ഓക്കെ, സോ ഇതാണ് മറ്റൊരു പോയിന്റ് ഇതിൻ്റെ കൂടെ പറയാനുള്ളത്. ഇനിയാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെന്റ് വരുന്നത് സെക്കൻഡ് സ്റ്റേജ്. അവിടെയാണ് ചോദ്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം? ഇതാണ് കുട്ടികളുടെ ഭാഗത്ത് വരുന്ന ചോദ്യം. എന്തൊക്കെ ചോദിക്കാം? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ജനറൽ വൈവി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ കോമേഴ്സിൽ ഇപ്പോൾ +2 പഠിച്ചിട്ടുണ്ടായിരിക്കും, ഡിഗ്രി കഴിഞ്ഞു, അതുപോലെ തന്നെ ഇപ്പോൾ M.Com ചെയ്യുക. എസ്പെഷ്യലി M.Comന് നമ്മൾ പഠിച്ച സബ്ജക്റ്റിനെ റിലേറ്റ് ചെയ്തുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കേണ്ടത്. അതിൻ്റെ ഭാഗമായി സെൽഫ് ഇൻട്രൊഡക്ഷന് ശേഷം മിക്കതും അവർ നിങ്ങളുടെ ഫേവറേറ്റ് സബ്ജക്റ്റ് എന്താണ് എന്നുള്ളൊരു ചോദ്യമായിരിക്കും ചോദിക്കുക. സോ നിങ്ങൾ ഫേവറേറ്റ് സബ്ജക്റ്റ് ഏതാണെന്ന് പറഞ്ഞു. ഇപ്പോൾ സ്പെഷ്യലൈസേഷൻ ഫിനാൻസ് ആണ് എടുത്തിട്ടുള്ളതെങ്കിൽ ഫിനാൻസ് പറഞ്ഞു, അതല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പറഞ്ഞു. ഇനിയിപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് സബ്ജക്റ്റ് ടാക്സ് ആണ് എങ്കിൽ നിങ്ങളത് പറഞ്ഞു. എങ്കിൽ പിന്നെ നിങ്ങൾക്ക് അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും മിക്കതും ടീച്ചേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കേണ്ടത്. ഇപ്പോൾ FM പറഞ്ഞു എങ്കിൽ FM-നെ റിലേറ്റ് ചെയ്തിട്ടുള്ള ബേസിക് ചോദ്യങ്ങൾ, വെൽത്ത് മാക്സിമൈസേഷൻ, അങ്ങനെ ബേസിക് ക്വസ്റ്റ്യൻസ് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അതായിരിക്കും ഈ ഒരു സെക്കൻഡ് സ്റ്റേജിൽ അല്ലെങ്കിൽ വൈവയുടെ മെയിൻ ഏരിയ എന്ന് പറയുന്നത്. നിങ്ങളുടെ ഫേവറേറ്റ് സബ്ജക്റ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വൈവയ്ക്ക് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്താ? നിങ്ങളൊരു ഫേവറേറ്റ് സബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. അത് ഓരോരുത്തരനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. അതിൻ്റെ ബേസിക്സ്, അതിനെ പറ്റിയിട്ട് ഏറ്റവും കൂടുതൽ നന്നായിട്ട് പഠിക്കാനും എന്ത് ചോദിച്ചാലും പറയാനും ശ്രമിക്കുക. ഇനിയിപ്പോൾ നമ്മൾ പഠിച്ചു വെച്ച കാര്യങ്ങളൊന്നും ആവണം എന്നില്ല ആ സമയത്ത് അവർ ചോദിക്കുക എങ്കിൽ അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് തന്നെ പറയാം. അറിയുമെങ്കിൽ കോൺഫിഡൻ്റ് ആയിട്ട് പറയാനും ശ്രമിക്കുക. ഒരു കുട്ടിയുടെ കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്നത് അറിയില്ലെങ്കിൽ കോൺഫിഡൻ്റ് ആയിട്ട് അറിയില്ല എന്ന് തന്നെ പറയണം, ഓർമ്മയില്ലെങ്കിൽ ഓർമ്മയില്ല എന്ന് തന്നെ പറയണം. മനസ്സിലാവുണ്ടോ? എല്ലാത്തിനും ഓർമ്മയില്ല എന്ന് പറയരുത്. അപ്പോൾ നമ്മൾ ഫേവറേറ്റ് സബ്ജക്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യം പോലും ഓർക്കാൻ പറ്റിയില്ലെങ്കിൽ അത് നിങ്ങളുടെ ഫേവറേറ്റ് സബ്ജക്റ്റ് അല്ല, നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒരു ഫേവറേറ്റ് സബ്ജക്റ്റ് സെലക്ട് ചെയ്യാനും അതിനെ റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനും നിങ്ങൾ നിർബന്ധമായും ശ്രമിക്കണം. ഇനി നെക്സ്റ്റ് ഫേവറേറ്റ് സബ്ജക്റ്റിൽ നിന്ന് മാത്രമേ ചോദ്യം വരാൻ സാധ്യതയുള്ളൂ. ഇതാണ് മറ്റൊരു ചോദ്യം കുട്ടികളുടെ ഭാഗത്ത് നിന്ന്. അല്ല, ഇപ്പോൾ അവിടെ ഇരിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ടായിരിക്കും, അവരെടുക്കുന്ന വല്ല പേപ്പറൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പം നിങ്ങളുടെ ഫേവറേറ്റ് പേപ്പർ ടാക്സ് പറഞ്ഞു, ആ ടീച്ചറുടെ ഫേവറേറ്റ് പേപ്പർ ചിലപ്പോൾ വേറെ ഏതെങ്കിലും ആയിരിക്കാം, HRM-ഓ വേറെ എന്തെങ്കിലും ആവാം. ചിലപ്പോൾ അതിനെ റിലേറ്റ് ചെയ്തുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അതുമാത്രമല്ല, നമ്മൾ കോമേഴ്സുകാരാണ്, കറണ്ട് ട്രെൻഡ് ഇപ്പോഴത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും എസ്പെഷ്യലി ടാക്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതോ അങ്ങനെയുള്ള ജനറൽ ചോദ്യങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തും പ്രതീക്ഷിക്കാം. ബട്ട് മെജോറിറ്റി ഉള്ളൊരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഫേവറേറ്റ് സബ്ജക്റ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും. പിന്നെ കുട്ടികളുടെ ഭാഗത്ത് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് പഠിച്ച പേപ്പേഴ്സ് 2 വർഷം M.Com-ൽ പഠിച്ചിട്ടുള്ള പേപ്പറുകളുടെ പേര് പോലും എസ്പെഷ്യലി SD സ്റ്റുഡൻസിന് അറിയില്ല. അല്ലെങ്കിൽ 4th സെമസ്റ്ററിൽ പഠിച്ച പേപ്പർ, ഇപ്പം എക്സാം എഴുതിയ പേപ്പർ, അതിൻ്റെ പേര് പോലും അറിയില്ല. അങ്ങനെയുള്ള ഒരുപാട് കുട്ടികളുണ്ട്. ഫുൾ ഫോം അറിയില്ല, അല്ലെങ്കിൽ എന്താ പറയുക ഷോർട്ടാക്കിയിട്ടുള്ള പരിപാടിയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ദെൻ M.Com വല്ല ഡിസ്റ്റൻസ് ആയിട്ട് വല്ല കോളേജിൽ പ്രൈവറ്റ് കോളേജിൽ പഠിച്ചിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവിടെ പഠിപ്പിച്ചിട്ടുള്ള ടീച്ചേഴ്സിൻ്റെ പേരിലായിരിക്കും ആ സബ്ജക്റ്റ് അറിയുക, സബ്ജക്റ്റിൻ്റെ പേര് അറിയില്ല. അപ്പോൾ പഠിച്ച പേപ്പേഴ്സ് എന്താണെന്നൊക്കെ ബേസിക് ആയിട്ട് നോക്കി വെക്കണം. അങ്ങനത്തെ വല്ല ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ അതുപോലും അറിയാതിരിക്കരുത്. ഇപ്പോൾ 4th സെമസ്റ്ററിൽ എന്തൊക്കെയാണ് നിങ്ങൾ പഠിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേപ്പറുകളുടെ പേര് പറയാൻ അറിയണം. ഓക്കെ, അപ്പോൾ
അങ്ങനെ ജനറൽ ആയിട്ടുള്ള ചോദ്യങ്ങളും സബ്ജക്റ്റ് ഒരു ഫേവറേറ്റ് സബ്ജക്റ്റിനെ റിലേറ്റ് ചെയ്തുള്ള ചോദ്യങ്ങളുമാണ് നമ്മുടെ മെയിൻ ഏരിയ എന്ന് പറയുന്നത്. സോ ഫൈനലി ഒരു കോമൺ ആയിട്ടുള്ള ഇൻട്രാക്ഷൻസ് ചില ടീച്ചേഴ്സ് നടത്താറുണ്ട്. ഇപ്പം എന്തായാലും M.Com ഒക്കെ കഴിഞ്ഞില്ലേ, ഇനി അടുത്തത് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം. ചിലപ്പോൾ ഇൻഫോർമൽ ആയിട്ട് ടീച്ചേഴ്സ് സംസാരിക്കാറുണ്ട്. സബ്ജക്റ്റിനെ വിട്ടിട്ടുള്ള ചിലപ്പോൾ ഒരു കോമൺ ഇൻട്രാക്ഷൻ ചിലപ്പോൾ ലാസ്റ്റ് ഒരു മിനിറ്റോ 2 മിനിറ്റോ ഒക്കെ നടക്കാറുണ്ട്. ടീച്ചേഴ്സ് നിങ്ങൾക്ക് ചിലപ്പോൾ ഓൾ ദി ബെസ്റ്റ്, അതുപോലെ തന്നെ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇത് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വല്ല ഉപദേശങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തരാം. അതാണ് ലാസ്റ്റ് ഒരു ഏരിയ എന്ന് പറയാം. അപ്പോൾ 3 സ്റ്റേജ് ആക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് സെക്കൻഡ് സ്റ്റേജ് ആണ്. ദെൻ നിങ്ങളുടെ വൈവ എത്രത്തോളം ഇൻഫോർമൽ ആണോ അതനുസരിച്ച് നിങ്ങളുടെ ലാസ്റ്റ് സ്റ്റേജ് ഇൻറ്ററാക്ഷൻ അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ചില ടീച്ചേഴ്സിന് തിരക്കാണെങ്കിൽ ചിലപ്പോൾ ആ ഒരു പരിപാടി തന്നെ ഉണ്ടാവണമെന്നില്ല, ചോദ്യം ചോദിച്ച് നിങ്ങളെ വിടും. എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. ഓക്കെ, അത് ഇരിക്കുന്ന ടീച്ചേഴ്സിനനുസരിച്ചിരിക്കും. ഓക്കെ, ദെൻ എൻ്റെ അടുത്ത് ആദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു, നിങ്ങളെ തോൽപ്പിക്കുമോ എന്നുള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ തന്നെ നിങ്ങൾ പാസ്സായിരിക്കും, 40% മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ ഞാൻ പറഞ്ഞൊരു 10 മിനിറ്റ് 15 മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ 2 മണിക്കൂർ 3 മണിക്കൂർ കഷ്ടപ്പെട്ട് എഴുതി മേടിക്കുന്ന ആ മാർക്സിനേക്കാൾ ക്വിക്കായിട്ട് ഈസി ആയിട്ട് കിട്ടുന്നൊരു മാർക്കാണത്. ഓക്കെ, അപ്പോൾ നിങ്ങളെ തോൽപ്പിക്കില്ല, നിങ്ങൾ എന്തായാലും പാസ്സായിരിക്കും വൈവാ ഹോളിൽ കയറി ആ ഒപ്പിട്ട് കഴിഞ്ഞാൽ. ബട്ട് ഞാൻ പറഞ്ഞു, സോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വൈവ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ഹൈ മാർക്സ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ടോട്ടൽ മാർക്സിൽ റിഫ്ലക്റ്റഡ് ആവുന്നതാണ്. അത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ തന്നെയാണ് ഗുണം വരാൻ. ഓക്കെ, സോ M.Com 4 സെമസ്റ്റർ SD സ്റ്റുഡൻസ് നിങ്ങളുടെ വൈവയ്ക്ക് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒന്ന് സമ്മപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഇതൊരു ജനറൽ വൈവയാണ്. അപ്പോൾ വൈവയ്ക്ക് പോകുന്നതിനേക്കാൾ മുമ്പ് നിങ്ങളുടെ മനസ്സിൽ വേണ്ടത് എന്താ, നിങ്ങളുടെ നോളേജിനേക്കാൾ ഉപരി അറിവ് നിങ്ങൾക്ക് വേണം, അതുണ്ടായിരിക്കണം, നിങ്ങൾക്ക് പറയാൻ കിട്ടണം. അതിനേക്കാൾ ഉപരി നമ്പർ 1 നിങ്ങളുടെ പേഴ്സണാലിറ്റി, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, ദെൻ കോൺഫിഡൻസ് ലെവൽ. ഈ 3 കാര്യങ്ങളുടെ ബേസിലായിരിക്കും നിങ്ങളുടെ ടോട്ടൽ മാർക്സ് വരിക. ആ 3 കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലോട്ട് കിട്ടണമെങ്കിൽ ഞാൻ ആദ്യത്തെ ഒരു 8-10 പോയിന്റുകൾ പറഞ്ഞത് നല്ല രീതിയിൽ ഫോളോ ചെയ്യുക. അതിനുശേഷം സബ്ജക്റ്റിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, അതും ചെയ്യുക. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് വൈവയുടെ ഡീറ്റെയിൽസ്. ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങളുടെ അഡീഷണൽ ചോദ്യങ്ങൾക്കുള്ള മറുപടിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ലൈവ് സെഷൻ നടത്തുന്നതായിരിക്കും തലേദിവസം. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.